അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം 1 തുടങ്ങിയിട്ട് വായിച്ചു. വരെ വായിക്കാൻ പറ്റുന്നവരത്തെ ചിന്തിക്കാൻ പറ്റുന്നവരൊന്നും. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അപ്പൊല്ലോസ് കോരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങൾ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനം എന്നവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചു, തന്റെ പിന്നാലെ വരുന്നവനായി യേശുവിൽ വിശ്വസിക്കണം എന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ പുരുഷന്മാർ എല്ലാം കൂടി 12ഓളം ആയിരുന്നു. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന്റെ മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ച് തുറന്നോസിന്റെ പാഠശാലയിൽ ദിനംപ്രതി സംവാദിച്ചു പോന്നു. അത് 2 സംവത്സരത്തോളം നടക്കിയാൽ ആസ്യയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാനിടയായി. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കിയാൽ അവന്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്ന യഹൂദന്റെ 7 പുത്രന്മാർ ആയിരുന്നു. ദുരാത്മാവ് അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആരെന്ന് ചോദിച്ചു. പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കിയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഇത് എഫെസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരുമായിരുന്നു. അവർക്കൊക്കെയും ഭയം തട്ടി കർത്താവായ യേശുവിന്റെ നാമം മഹിമപ്പെട്ടു. വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞറിയിച്ചു. ക്ഷുദ്രപ്രയോഗം ചെയ്തതിന് പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുകയെ ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്കുകൂട്ടിയാറെ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ട് ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ വരുന്നു പ്രബലപ്പെട്ടു. ഇത് കഴിഞ്ഞിട്ട് പൗലോസ് സ്തോത്രം 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 സ്തോത്രം. എപ്പോഴും പറയും നമ്മൾ അപ്പോസ്തല പ്രവൃത്തി എന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ. അത് പരിശുദ്ധാത്മാവിലൂടെ അപ്പോസ്തലന്മാർ ചെയ്ത പ്രവൃത്തി. അപ്പൊ പരിശുദ്ധാത്മാവിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് ഹല്ലേലൂയ പരിശുദ്ധാത്മ യഥാർത്ഥമായിട്ട് ഇറങ്ങി നിന്ന് പ്രവർത്തിച്ച ഒരുപാട് കാര്യങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കാണുന്നത് അല്ലെ. അവിടെ എല്ലാം പരിശുദ്ധാത്മാവിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ഏറ്റവും കൂടുതൽ ഹല്ലേലൂയ. അവര് എല്ലാം സഞ്ചരിച്ചു എന്നേ ഉള്ളൂ. അവര് പരിശുദ്ധാത്മാവിന്റെ ഹിതപ്രകാരം പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി അവരെ വിട്ടുകൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിൽ അവർ സഞ്ചരിച്ച സമയത്ത് പരിശുദ്ധാത്മാവ് ദൈവമാണ് അവരുടെ കൂടെ ഹല്ലേലൂയ ആമേൻ ആമേൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളാലും ജനത്തെ ഉറപ്പിച്ചത്. ആമേൻ ഹല്ലേലൂയ. കാരണം പരിശുദ്ധാത്മാവിന്റെ ഉത്തരവാദിത്തമാണ് സഭയെ ഉറപ്പിക്കാന്നുള്ളത്. പരിശുദ്ധാത്മ ഉത്തരവാദിത്തമാണ് സഭയിലേക്ക് ഹല്ലേലൂയ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനം ചെയ്യാന്നാണ്. പരിശുദ്ധാത്മാവാണ് ഹല്ലേലൂയ ആ സകല പ്രവൃത്തികളും ചെയ്യുന്ന ഹല്ലേലൂയ. നമ്മളിപ്പോൾ ഒരു വചനം സംസാരിക്കുക എന്നുള്ളത് ഹല്ലേലൂയ എന്റെ നാവിനെ വിട്ടുകൊടുക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണെങ്കിൽ അപ്പൊ ഞാനത് പൂർണ്ണ ഹൃദയത്തോട് ചെയ്യുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം പരിശുദ്ധാത്മാവിനാണ് ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് കാരണം സഭയുടെ അധ്യക്ഷൻ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിലാണ് നമ്മൾ മുദ്രയിട്ടിരിക്കുന്നത്. വീണ്ടെടുപ്പിന് വേണ്ടി മുദ്രയിട്ട പരിശുദ്ധാത്മാവിലാണ് നമ്മളോട് കൂടെ വസിക്കുന്ന എന്നേക്കും നമ്മ വിട്ടുപിരിയാതെ ലോക അവസാനത്തോളം നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവാണ്. ആമേൻ. അപ്പൊ ആ പരിശുദ്ധാത്മാവാണ് പുതിയ നിയമ ഇസ്രായേൽ അല്ലെങ്കിൽ പുതിയ നിയമ നമ്മൾ വിശ്വാസികളിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് പരിശുദ്ധാത്മാവിന് തന്നെയാണ് നമ്മുടെ ജീവിതത്തില്. അപ്പം പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ്
പറഞ്ഞൊരു കാര്യത്തെ നമ്മളെ പൂർണ്ണമായും പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മളെ പൂർണ്ണമായും നമ്മൾ പരിശുദ്ധാത്മ വിട്ടുകൊടുത്താലാണ് പരിശുദ്ധാത്മാവിനെ നമ്മളിലൂടെ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. നമ്മളുടെ എന്തെങ്കിലും നമ്മളിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഇന്ന് നമ്മളൊക്കെ വിചാരിക്കും, അയ്യോ നമ്മളെല്ലോ ഒന്നും പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നില്ല, അല്ലെ പരിശുദ്ധാത്മാവ് എന്തുകൊണ്ടാണ് നമ്മളിൽ കൂടെയൊക്കെ പ്രവർത്തിക്കാത്തത്, നമ്മളെയൊക്കെ ഉപയോഗിക്കാത്തത് എന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, നമ്മൾ പൂർണ്ണമായും പരിശുദ്ധാത്മ നമ്മളെ വിട്ടുകൊടുക്കാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സൗകര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് പരിശുദ്ധാത്മ വിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുണ്ട്, പരിശുദ്ധാത്മാവ് പ്രവൃത്തിയുടെ ആത്മാവിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നേരത്തെയൊക്കെ നമ്മൾ ആരംഭത്തിരിക്കുന്നു 4 വർഷത്തോളം ആകും തോന്നുന്നു. ആ സമയത്തൊക്കെ പരിശുദ്ധാത്മാവ് പിന്നെ അകമേയുള്ള ആത്മാവ് പുറമേയുള്ള ആത്മാവിനെ കുറിച്ച് വിശദമായി പഠിച്ചത്. നമ്മുടെ അതിൽ പുറമേയുള്ള ആത്മാവ് ആണ് പ്രവൃത്തിയുടെ ആത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ അത് ശക്തിയോടെ വരും. അതാണ് ശക്തി ധരിക്കുന്നത്. ആ ശക്തി അന്യഭാഷ അടയാളമായി നമ്മൾ റിസീവ് ചെയ്യും. പിന്നീട് ആ ശക്തി നമ്മളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രവർത്തിത്തേക്ക് ഓരോ പ്രവൃത്തിയുടെ സമയത്ത് നമ്മൾ ശുശ്രൂഷ മിനിസ്ട്രിയുടെ സമയത്ത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവം അയക്കുന്നതാണ്. അത് നമ്മുടെ ഇഷ്ടത്തിന് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ഇഷ്ടത്തിന് മാത്രമാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. നേരത്തെ ദൈവത്തിന്റെ ദാസന്മാരൊക്കെ പലരും നോട്ടീസുകളിൽ അത് ഇതൊക്കെ ഇങ്ങനെ പ്രിന്റ് ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, പരിശുദ്ധാത്മ അന്ന് അത് പ്രവർത്തിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമായിരിക്കും. കാരണം ഇത് മുന്നോട്ട് പറഞ്ഞിട്ടൊന്നും അല്ല പരിശുദ്ധാത്മ. പരിശുദ്ധാത്മ ദൈവത്തിന്റെ ആത്മാവ് ആ സമയത്ത് തക്ക സമയത്ത് അത് പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മ ഇറങ്ങി നിന്നാണ് പ്രവൃത്തി ചെയ്യുന്നത്. അവിടെ മനുഷ്യർ നമ്മൾ കരം നീട്ടിയാൽ അവിടെ രോഗി സൗഖ്യമാകണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചാൽ മാത്രമേ ആകത്തുള്ളൂ. അത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മളോടുള്ള ഇഷ്ടത്തെക്കാട്ടി കൂടുതൽ ഏത് വ്യക്തിക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ആ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ദൈവം ഇറങ്ങുന്നത്. ഹല്ലേലൂയ. ആ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അവിടെ നമ്മളെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, മുഖാന്തരമായിട്ടല്ല നമ്മളെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നു മാത്രമല്ല. അപ്പൊ അതൊരു പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾക്ക് പരിശുദ്ധാത്മ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ പൂർണ്ണമായും നമ്മൾ പരിശുദ്ധാത്മ വിട്ടുകൊടുക്കണം. അതുപോലെ നമ്മൾ ഒരു കാര്യം പുറമേയുള്ള ആത്മാവിനെ നമുക്ക് പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ പറയാം, അത് പ്രവാചകന്മാരുടെ രാജാക്കന്മാരുടെ പുരോഹിതന്മാരുടെ മേൽ ഉണ്ടായിരുന്നതാണ്. അവർക്ക് വേണ്ടി മാത്രമേ ഇത് അവർ മാത്രമേ അഭിഷേകം ചെയ്ത് വേർതിരിച്ചിട്ട് അവരുടെ മേൽ ആത്മാവ് വരുമ്പോൾ നമുക്കറിയാം, അവര് വിശുദ്ധിയില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ ഇത് വരികയില്ല. നമ്മുടെ മേൽ എത്ര കൃപകളും കൃപാവരങ്ങളും പകരപ്പെട്ടു എന്ന് പറഞ്ഞാലും നമ്മളത് കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വിശുദ്ധ ജീവിതം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നിലനിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നീട് പരിശുദ്ധാത്മ നമ്മളിവിടെ പ്രവർത്തിക്കത്തില്ല. ഹല്ലേലൂയ. അത് മങ്ങി. പക്ഷെ നമ്മുടെ അകമേ വരുന്ന ആത്മാവ് ഹല്ലേലൂയ സ്ഥിരമായ ഒരു ആത്മാവിനെ നമുക്ക് തരുന്ന ആ ആത്മാവ് നമ്മൾ വിട്ടുപിരിയാതെ നമ്മുടെ കൂടെ ഉണ്ടാകും. ഹല്ലേലൂയ. അത് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. നമുക്ക് ഉപദേശിച്ചിരുന്നു, നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിക്കും, നമ്മൾ വചനം ധ്യാനിക്കാൻ പഠിപ്പിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ ഞരങ്ങിക്കൊണ്ടാണെങ്കിലും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. അത് വിട്ട് പിരിയത്തില്ല. ഒരു നാളും വിട്ട് പിരിയത്തില്ല. ഹല്ലേലൂയ. നമ്മളെ വീണ്ടെടുപ്പിനായി മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മളെ സകല സത്യത്തിലും വഴി നടത്താൻ നമ്മളെ ആശ്വാസപ്രദനായിട്ട് ഹല്ലേലൂയ സകല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും മാറിപ്പോകരുത്. പല ആൾക്കാർക്കും ഭയങ്കര കൺഫ്യൂഷനാണ്. ഇതൊന്നും കൂടാതെ നമ്മുടെ ആത്മാവുണ്ട് കേട്ടോ. നമ്മുടെ ആത്മാവിനെയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ എംപവർ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്ന് ശക്തീകരിച്ച് ബലപ്പെടുത്തി ആശ്വസിപ്പിച്ചു. ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച്, വചനം മെഡിറ്റേറ്റ് ചെയ്യാൻ പഠിപ്പിച്ച്, വചനം ധ്യാനിക്കാൻ പഠിപ്പിച്ച്, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ടും പോലെ ഇങ്ങോട്ട് പോകരുത്, അതാണ് നല്ലത്, ഇതാണ് നല്ലത്, അത് വേണ്ട, ഇത് വേണ്ട എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവാണ്. ആ ആത്മാവ് സ്ഥിരമായി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അത് നമ്മളെ കൂടുതലും നമ്മുടെ ആത്മാവിനെയാണ് ശക്തി, നമ്മുടെ ഉള്ളിലുള്ള അകത്തെ മനുഷ്യനെയാണ് അത് ശക്തീകരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ മറന്നുപോലെ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം 19-ാം അധ്യായം നമ്മൾ വായിക്കാം. അപ്പൊല്ലോസ് കൊരിന്തിയിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി. ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ച് പരിശുദ്ധാത്മ പ്രാപിച്ചു എന്ന് അവരോട് ചോദിച്ചു. പരിശുദ്ധ ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ പൗലോസ് എത്തിയോണേ പുതിയ ചില ശിഷ്യന്മാരിവിടെ കണ്ടപ്പോൾ പൗലോസ് ആദ്യമായി ചോദിക്കുന്ന ചോദ്യമാണ്, സഭ എങ്ങനെയുണ്ട്, എത്ര വിശ്വാസികളുണ്ട്, എത്ര സ്തോത്ര കാഴ്ച കിട്ടുന്നുണ്ട്,
ആമേ ഹല്ലേലൂയ. എങ്ങനെയുണ്ട് എന്നൊക്കെയല്ല ചോദിച്ചത്. വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. കാരണം പരിശുദ്ധാത്മാവ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ളത് അവിടെ മനസ്സിലാക്കണം. കാരണം ആദ്യമായി ചോദിക്കുന്ന ചോദ്യം ആൾക്ക് നമ്മളാണ് വിശ്വാസിക്കണം. പ്രൈസ് ദി ലോർഡ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമായിരിക്കുന്നോ? സഭയൊക്കെ എങ്ങനെ പോകുന്നു? എങ്ങനെ? ഇതൊക്കെ ചോദിക്കല്ലേ. അല്ലാതെ ആരെങ്കിലും കാണുന്നത് പരിശുദ്ധാത്മ പ്രാപിച്ചോ എന്ന് ചോദിക്കാറുണ്ട്? ഇല്ല. അതൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഒക്കെ സംസാരിച്ചൊക്കെ വരുമ്പോഴത്തേന് പോയി ചോദിക്കാൻ മടിയാ. കാരണം ഇന്നത്തെ കാലത്ത് മിക്കവാറും എല്ലാവരും പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നൊരു തോന്നൽ നമുക്കുണ്ട്. പക്ഷെ ഇന്നും നമുക്കിടയിൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്ത എത്ര പേരുണ്ടെന്നറിയാം? ഹല്ലേലൂയ. കാരണം അതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് ഇന്നും അറിയാത്ത ആൾക്കാരുണ്ട്. അത് വേണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇതെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷേ അവിടെ പൗലോസ് കണ്ടപ്പോൾ ചോദിച്ചു. അപ്പൊ അവര് തിരിച്ച് മറുപടി പറയുന്നത് പരിശുദ്ധാത്മ ഉണ്ടെന്ന് പോലും അവര് കേട്ടിട്ടില്ല. അങ്ങനെ ഒരു കാര്യം അവർ കേട്ടിട്ട് പോലും ഇല്ല. ഹല്ലേലൂയ. കാരണം കേട്ടിട്ടുണ്ടെങ്കിലല്ലേ അത് പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവർ കേട്ടിട്ട് പോലും ഇല്ല. ഹല്ലേലൂയ. അപ്പം പൗലോസ് എടുത്ത ചോദ്യം, അപ്പൊ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? നിങ്ങൾ വിശ്വസിച്ച് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലാ സ്നാനപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിശുദ്ധാത്മ ലഭിക്കും. ഹല്ലേലൂയ. കാരണം നമുക്ക് ദൈവമേ ഹല്ലേലൂയ, കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ വെള്ളത്താലും ആത്മാവിനാലും ഞാൻ നിങ്ങളെ സ്നാനപ്പെടുത്തും, അല്ലെങ്കിൽ വെള്ളത്താലും അഗ്നിയാലും ഹല്ലേലൂയ ഞാൻ നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. ഹല്ലേലൂയ. അല്ലെങ്കിൽ യോഹന്നാനും പറയുന്നുണ്ട്, ഹല്ലേലൂയ, എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ ഞാൻ വെള്ളം കൊണ്ട് സ്നാനം, എന്റെ പിന്നാലെ വരുന്ന അഗ്നി കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഹല്ലേലൂയ, അതുകൊണ്ട് നമ്മൾ പുതിയ നിയമം വിശ്വാസ സ്നാനത്തിന്റെ കൂടെ പരിശുദ്ധാത്മ അഭിഷേകം, ഹല്ലേലൂയ, പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മ അഭിഷേകം തന്നെ പ്രാപിക്കുന്നതാണ്. പരിശുദ്ധാത്മ ഉള്ളിൽ വരുന്നതിനെ കുറിച്ചല്ല സ്നാനം എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പൊ അവിടെ ചോദിക്കുന്ന നിങ്ങൾ എന്തായാലും നിങ്ങളെ സ്നാനം എന്നവരോട് യോഹന്നാന സ്നാനം. അവന് പൗലോസ് യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രയെ കഴിപ്പിച്ചു, തന്റെ പിന്നാലെ വരുന്ന യേശു വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ മാനസാന്തരം ഹല്ലേലൂയ എന്ന് പറയുന്നത്, മാനസാന്തര സ്നാനം എന്ന് പറയുന്നത് വേറെയാണ്, പരിശുദ്ധാത്മ വിശ്വാസ സ്നാനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഇന്ന് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുന്നല്ല, മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് സ്നാനപ്പെടുന്നു മിക്ക ആൾക്കാരെ. പക്ഷേ ഈ മാനസാന്തരം ഒന്നും ഇല്ലെങ്കിലും ഞാൻ പറയാം, കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാല് അവിടെ സകലതും പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഇരുന്ന് പഠിപ്പിച്ച് മാനസാന്തരപ്പെടുത്തി ഹല്ലേലൂയ എന്നൊന്നും വേണ്ട. കാരണം നമ്മൾ കാണുന്നുണ്ട് ഹല്ലേലൂയ, അപ്പോസ്തല പ്രവൃത്തി തന്നെ ഫിലിപ്പോസ് ഷണ്ഡനെ സ്നാനപ്പെടുത്തുന്നു. യേശു കർത്താവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അടിസ്ഥാനമാക്കി യേശു കർത്താവിനെ കുറിച്ച് ആ ഷണ്ഡനോട്, എത്യോപ്യ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരകനോട് ഇതൊക്കെ പറയുന്ന സമയത്ത് ഹല്ലേലൂയ, അപ്പൊ അവിടെ പുള്ളി പറയും, അപ്പൊ എനിക്ക് സ്നാനപ്പെടുന്നതിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാം. അല്ല, വെള്ളം കണ്ടപ്പോ സ്നാനപ്പെടാം അല്ലേ എന്ന് ചോദിച്ചപ്പോ തടസ്സം കൊണ്ടുവന്നപ്പം ഫിലിപ്പോസ് ഒറ്റ കാര്യം, വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. അപ്പൊ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്നാനം. അവിടെ വേറെ ഒരു ക്രൈറ്റീരിയം പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഒരു ക്രൈറ്റീരിയം പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. കാരണം വെച്ചാൽ ഇന്ന് പലരും പല ക്രൈറ്റീരിയാസ് അതിനുള്ളിൽ വെക്കുന്നതെല്ലാം ഹല്ലേലൂയ അവര് പലപ്പോഴും അവരുടെ ഇഷ്ടത്തിനായിട്ട് ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ വിശ്വസിക്കുന്ന ആർക്കും സ്നാനപ്പെടാം. അവിടെ ബാക്കി ഒരു മാനദണ്ഡങ്ങളും നോക്കേണ്ട കാര്യമില്ല. അവര് എവിടെ നിന്ന് വന്ന്, എങ്ങനെ വന്ന്, ആരായിരുന്നു, എന്തായിരുന്നു, അവരിപ്പോഴെന്താണ്, ഇതൊന്നുമല്ല. കർത്താവ് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന എല്ലാവർക്കും സ്നാനപ്പെടാനായിട്ട് അവസരമുണ്ട്. വിശ്വാസം മാത്രമാണ് സ്നാനത്തിന്റെ ഏക മാനദണ്ഡം. ഹൃദയത്തിൽ വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ അവൻ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്ന പോലെ തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് സ്നാനം. അങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെ സ്നാനപ്പെടുത്തി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു അവിടെ പുതിയ നിയമത്തിലെ അപ്പോസ്തല പ്രവൃത്തി എല്ലാവരും എഴുതിക്കുന്നത്. അവിടെ അത് കഴിഞ്ഞ ശേഷം പറയുന്നു, ഇത് കേട്ടാറേ യോഹന്നാൻ വിശ്വസിയെന്ന് പറഞ്ഞു. ഇത് കേട്ടാറേ അവർ കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റു. അപ്പൊ അവർ വീണ്ടും അവിടെ ഒരു സ്നാനം കൂടിയേക്ക് നമ്മൾ കാണുന്നുണ്ട്. അപ്പം വേറെന്ത് സ്നാനം ഏറ്റെന്ന് പറഞ്ഞാലും വിശ്വാസ സ്നാനം ഏറ്റില്ലെങ്കിൽ ആ സ്നാനത്തിനൊന്നും വലിയ അർത്ഥമൊന്നും ഇല്ലെന്ന് മനസ്സിലായില്ലേ? സ്തോത്രം. പലരും പറയണേ, ഞങ്ങൾ സ്നാനപ്പെട്ടവരാണ്, ഞങ്ങൾ നേരത്തെ സ്നാനപ്പെട്ടു, ഞങ്ങൾ അവിടെ പോയി സ്നാനപ്പെട്ടു, ഞങ്ങൾ ഇവിടെ പോയി സ്നാനപ്പെട്ടു, ഞങ്ങൾ ഇന്ന ആളെ സ്നാനപ്പെട്ടു എന്നൊക്കെ പലപ്പോഴും പറയും. പക്ഷേ വിശ്വാസ സ്നാനം വന്നിട്ടില്ലെങ്കിൽ ഇതിനൊന്നും യാതൊരു പ്രസക്തിയും ഇല്ല. അപ്പൊ ആകെപ്പാട് കർത്താവ് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക, അല്ലെങ്കിൽ ആ വിശ്വാസ സ്നാനമാണ് കർത്താവ് പറഞ്ഞ യോഗ്യത.
ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ഇത് കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്നാനം ഏറ്റ് പൗലോസ് അവരുടെ മേൽ കൈവച്ചു. ആമേൻ, കൈവച്ച് പരിശുദ്ധാത്മാരുടെ മേൽ വന്നവർ അന്യഭാഷയിൽ സംസാരിക്കുകയും പ്രവചിച്ചു. ആ പുരുഷന്മാരെല്ലാം കൂടി 12ഓളം ആണ്. അപ്പൊ കൈ വെക്കുമ്പോൾ പരിശുദ്ധാത്മ അഭിഷേകം പകരപ്പെടുക എന്നുള്ളത് അപ്പോസ്തലപ്രവൃത്തി നമ്മൾ കാണുന്ന കാര്യമാണ്. ഇന്ന് പലപ്പോഴും പലരും കളിയാക്കിക്കൊണ്ട് നടക്കുന്ന കൈവെക്കലും ആത്മപകർച്ച നടക്കുന്നതിനെ കുറിച്ചൊക്കെ അതിനെക്കുറിച്ച് അവർക്ക് അറിയാത്തത് കൊണ്ടാണോ, ആ വചനം ശരിയായ രീതി ഗ്രഹിക്കാത്തത് കൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഈ ആത്മാവിന്റെ അഭിഷേകത്തെ നമ്മൾ കൈവെപ്പിലൂടെ പകരും. പക്ഷെ കൈ വെക്കുന്ന ആളുടെ ഇഷ്ടത്തിനല്ലത് പകരുന്നതെന്നൂടെ ചിന്തിക്കണം. എനിക്കിപ്പം സാറാമ്മ സിസ്റ്ററോട് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ എന്റെ മനസ്സിൽ വിചാരം എന്നോടുള്ള വിഷയമൊക്കെ കൂടെ അങ്ങോട്ടൊക്കെ തരണമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ ഇത് വിചാരിച്ചു വന്ന് കൈ വെച്ചാൽ അത് പകരത്തില്ല. കൈ വെപ്പിനാൽ പകരും, പക്ഷേ അത് കൈ വെക്കുന്ന ആളുടെ ഇഷ്ടത്തിനല്ല പകരുന്നത്. അത് ഒരിക്കലും അങ്ങ് ചിന്തിക്കല്ലേ. അല്ല എന്റെ കയ്യിൽ എനിക്ക് കുറേ അഭിഷേകമുണ്ട്, അമീൻ സിസ്റ്റർ കയറി അങ്ങോട്ട് കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ എടുക്കുക ചെയ്ത് ഇതങ്ങ് എനിക്ക് എടുത്തോണ്ട് പോകാൻ ആരും വിചാരിക്കല്. കാരണം വെച്ച് കഴിഞ്ഞാല് എന്താന്ന് വെച്ചാൽ ഇത് നമ്മൾ കൊടുക്കുന്ന ആളുടെയും വാങ്ങുന്ന ആളുടെ ഇഷ്ടത്തിനല്ല അത് പകരുന്നത്. വാങ്ങുന്ന ആളുടെ ഹൃദയത്തിലെ ദാഹത്തിനനുസരിച്ച് സ്വർഗത്തിലെ ദൈവം ഇത് പകരേണ്ടത്. സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടത്തെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എനിക്ക് കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് എന്താ തന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നമുക്ക് പണ്ടൊക്കെ ഈ ബുദ്ധി ഇല്ലായ്മ കൊണ്ട് നമുക്ക് പല ഇതൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് ദൈവം നമ്മളെ പഠിപ്പിക്കാൻ ഇത് നമ്മുടെ ഇഷ്ടത്തിനല്ല, അത് കിട്ടുന്ന ആഗ്രഹിക്കുന്നവന്റെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്തിക്കണം ദൈവത്തെ. അപ്പൊ നമ്മൾ എത്ര ആഗ്രഹിക്കും, നമ്മൾ എത്ര വാഞ്ചിക്കുന്നുള്ള വളരെ ഇമ്പോർട്ടന്റ്. നമ്മൾ ദാഹത്തോടെ ആയിരിക്കണം. ദാഹത്തോടെ ആയിരിക്കുന്നവരെ ദൈവം നിറയ്ക്കും. ദാഹിക്കുന്നവരല്ലേ ശരിക്കും വെള്ളം വേണ്ടുന്നത്, ആണോ? അതോ ഒരു ദാഹമില്ല പോകുന്നു, എന്നാ ചേട്ടാ ഒരു വെള്ളം കുടിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നത്? ഇല്ല. ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കണം. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അത് ദാഹിക്കണം. നമ്മൾ എത്രത്തോളം ദാഹിക്കുന്നു അത് അതുകൊണ്ടാണ് ആത്മാവിൽ നമ്മൾ എപ്പോഴും ദാരിദ്ര്യമുള്ളവരായിരിക്കണം എന്ന് പറയുന്നത്. കാരണം എത്ര കിട്ടിയാലും പോരാ പോരാ പോരാ, എനിക്കിത് പോരാ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. അല്ല നിറഞ്ഞു, ഞാൻ തികഞ്ഞു, എനിക്കെല്ലാം കിട്ടി എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നീട് നിറയത്തില്ല. അപ്പൊ അത് എപ്പോഴും നമ്മൾ ചില ആൾക്കാർ ശൂന്യമായ പാത്രമായിട്ട് ഒന്ന് ഒഴിഞ്ഞ പാത്രമേ നിറഞ്ഞ പാത്രം. അപ്പൊ ഒഴിഞ്ഞ പാത്രമായിട്ട് നിറഞ്ഞ പാത്രമായിട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. ഉള്ളതിനകത്ത് പിന്നെ നിറയ്ക്കണം. ഒഴിഞ്ഞതിനകത്ത് എന്നും ഒഴിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിറയ്ക്കുമ്പോൾ നിറയത്തില്ല. ഹാലയിലേക്ക് അതുകൊണ്ട് നമ്മൾ ഉള്ളത് അവിടെ തന്നെ നിലനിർത്തിക്കണ്ട് വീണ്ടും വീണ്ടും മേടിച്ചാലേ നിറഞ്ഞു ഒഴുകാൻ പറ്റത്തുള്ളൂ, നിറഞ്ഞ പാത്രമാകാൻ പറ്റത്തുള്ളൂ. കിട്ടിയതൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് വരരുത്. ഹാലയിലെ ആമേൻ, സ്തോത്രം. അവിടെ പറഞ്ഞ അടുത്ത പിന്നെ അവൻ പള്ളിയിൽ ചെന്നു ദൈവരാജ്യത്തെ കുറിച്ച് സമ്മതിപ്പിച്ചുകൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. ഹാലൂയ. അപ്പൊ പള്ളിയിൽ ചെന്ന് എന്തൊക്കെയാ സംഭവം അവിടെ പ്രസംഗിച്ചെന്ന് ചോദിച്ചാൽ അത്ഭുതങ്ങളെ കുറിച്ച്, അടയാളങ്ങളെ കുറിച്ച്, വീരപ്രവൃത്തികളെ കുറിച്ച് അല്ല പ്രസംഗിച്ചത്. ഹാലേലി. അവിടെ പോയി ഇത് ചെയ്ത് അവിടെ പോയി ഇത് ചെയ്തെന്നല്ല പ്രസംഗിച്ചത്. ഹാലേലി. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ വലിയ കാറുണ്ടാവും, വീടുണ്ടാവും, നല്ല പ്രസംഗിച്ചു. ഇവിടെ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഹാലേലിയ. 3 മാസത്തോളം എന്താണ് ഹാലേലി എന്താ പ്രസംഗിച്ച? പള്ളിയിൽ ദൈവരാജ്യത്തെ കുറിച്ചു. അന്നത്തെ ഒരൊറ്റ സബ്ജക്റ്റ് അവരെല്ലാം നമ്മൾ ഏതോ ഒരു ദൈവദാസനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം 1000 സ്റ്റേജില് കണ്ട് 1000 സ്റ്റേജിലോ 5000 സ്റ്റേജിലോ കണ്ട് പുള്ളിക്ക് ഒറ്റ മെസ്സേജാ പുള്ളി പ്രസംഗിച്ചത്. പിന്നെ മെസ്സേജ് മാറ്റിയൊന്നും പ്രസംഗിച്ചില്ല. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമുക്കൊക്കെ അങ്ങനെയല്ല, എല്ലാ ദിവസവും പുതിയ മെസ്സേജ് കേൾക്കണം. ഇല്ലെങ്കിൽ ഒരു ദിവസം കേട്ട മെസ്സേജ് തന്നെ പിന്നെ കേട്ട തന്നെ ബോറടിക്കല്ലേ, അല്ലെങ്കിൽ പറയാൻ തുടങ്ങിയാൽ തന്നെ ഇത് ഞാൻ കേട്ടിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഇരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ പറയുന്നത് അവര് ദൈവരാജ്യത്തെ കുറിച്ച്, യേശു കർത്താവ് പ്രസംഗിച്ചു തുടങ്ങിയത് ദൈവരാജ്യത്തെ കുറിച്ചാണ്. യേശു കർത്താവിനെ ഫോളോ ചെയ്ത ശിഷ്യന്മാർ പ്രസംഗിച്ചു തുടങ്ങിയത് ദൈവരാജ്യത്തെ കുറിച്ച്. അവർ എവിടെ ചെന്നാലും അവരുടെ പ്രസംഗ വിഷയങ്ങൾ ഒറ്റ സബ്ജക്റ്റ് അവർ പ്രസംഗിച്ചോളൂ, ദൈവരാജ്യത്തെ കുറിച്ചാണ്. നമ്മുടെ പ്രസംഗം എപ്പോഴും ദൈവരാജ്യത്തെ, നമ്മൾ ഏത് മെസ്സേജ് കയറി വന്നാലും നമ്മൾ ദൈവരാജ്യം അതിനുള്ളിൽ ഉണ്ടായിരിക്കണം. ദൈവരാജ്യത്തെ കുറിച്ച് നമ്മൾ പറയുന്നില്ല എങ്കിൽ ഹല്ലേലൂയ നമ്മുടെ പ്രസംഗം കറക്റ്റ് അല്ല. അല്ലെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ ഇഷ്ടത്തെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ ആമേൻ നമ്മുടെ മെസ്സേജ് അത് കംപ്ലീറ്റ് അല്ല എന്ന് മനസ്സിലാക്കണം. കാരണം ദൈവരാജ്യം നമ്മുടെ പ്രസംഗത്തിന്റെ എല്ലാത്തിനും ഉദ്ദേശം ദൈവരാജ്യം. നമ്മൾ പിന്നെ സഭയ്ക്കുള്ളിൽ നിന്ന് പ്രസംഗിക്കുന്നത്, നമ്മൾ വിശ്വാസത്തിനിടയിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആമേൻ ദൈവരാജ്യത്ത് വന്നവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന മെസ്സേജുകളാണ് പിന്നെ വേണ്ടത്. അവരെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. അവരെ ഒരു തികഞ്ഞ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ട് അവരെങ്ങനെ വിശ്വാസ ജീവിതത്തിൽ നിലനിന്ന് പോകണമെന്നുള്ള മെസ്സേജുകളാണ് വേണ്ടത്. പക്ഷെ പ്രസംഗം എപ്പോഴും ദൈവരാജ്യത്തെ കുറിച്ചായിരിക്കണം. കാരണം പ്രസംഗം ഞാൻ പറയുന്നതാണ് സഭയ്ക്കുള്ളിലല്ല, സഭയ്ക്ക് പുറത്താണ് വേണ്ടത്. വിശ്വാസികളല്ലാത്തവരുടെ ഇടയിൽ ചെന്നിട്ട്
നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്നതിനെ കുറിച്ചും അവരെ കുറിച്ച് എങ്ങനെ വിശുദ്ധ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ പ്രസംഗിച്ച ഒരു പ്രയോജനവും ഇല്ല. പക്ഷെ അവിടുത്തെ സബ്ജക്റ്റ് ഒന്നും മാത്രമല്ല, ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കണം. കാരണം നമുക്ക് ജാതികളുടെ ഇടയിലേക്ക് അല്ലെ അവസരം കിട്ടുന്ന സമയത്തെല്ലാം പ്രസംഗം എപ്പോഴും ദൈവരാജ്യത്തെ കുറിച്ച്. മറ്റേത് പ്രസംഗമല്ല, മറ്റേ ടീച്ചിങ് ആണ്. ഹാലേലിയ. രണ്ടും നമ്മൾ മാറിപ്പോകും. ഹാലേലിയ. വചനവും പ്രസംഗവും ഉണ്ട്. വചനം നമുക്ക് ഹാലേലിയ ടീച്ചിങ് ഹാലേലിയ പലതും നമുക്ക് അകത്തൊഴിക്കുന്നവർക്ക് ഹാലി വേണ്ടി കാലിയ ദൈവത്തിന്റെ ആത്മ എന്താണത്. പക്ഷെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഒറ്റ സബ്ജക്റ്റ് നമുക്ക് പ്രസംഗിക്കാനുള്ളത് അത് ദൈവരാജ്യത്തെ കുറിച്ചാണ്. അവരുടെ ഇടയിൽ പോയി നിന്നിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും, കാറ് കിട്ടും, ബസ് കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിക്കരുത് ഹാലെ. കാരണം അവരെ നമുക്ക് ഹാലെ പ്രസംഗിക്കാൻ ഒറ്റ സബ്ജക്റ്റ് അദ്ദേഹം തന്നിട്ടുള്ളൂ. അന്ന് ദേശീയകർത്താവ് തുടങ്ങി ഇങ്ങോട്ട് എല്ലാവരും അത് മാത്രം പ്രസംഗിച്ചത് ഹാലെ. ദൈവരാജ്യത്തെ കുറിച്ച് സംബന്ധിച്ച് 3 മാസത്തോളം അവർ സപ്രാക്കിൽ വെച്ചു. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാർത്ഥവും ബഹീമാർക്കത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു. ഹാലലൂയ. അപ്പൊ ചിലര് അതിനെക്കുറിച്ച് തർക്കിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ദുഷിച്ചപ്പോൾ എന്താ, തർക്കത്തിനൊന്നും നിന്നില്ല. അവിടെ അവരെ വിട്ടിട്ട് മാറി ശിഷ്യന്മാരെ വേർതിരിച്ചു. ഹാലലൂയ. എന്നിട്ട് തുറന്നോസിന്റെ പാടശയിൽ ദിനം പ്രതി സമ്പാദിച്ചു പോയി. അത് 2 സംവത്സരം നടക്കൽ ആസിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാനിടയായി. അപ്പൊ നമ്മൾ പഴയ കാലത്തെ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകൾക്കാണെങ്കിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ട് ഈ ഭാഗത്ത് നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. അവിടെ അവര് അങ്ങോട്ട് ഓടിച്ചെന്ന് ഒരു ദിവസം അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ട് ഒരു 5 സഭയിലെ പ്രസംഗം എടുത്തിട്ടില്ല. അവര് ഒരിടത്ത് പോയാല് 2 വർഷം അവിടെ താമസിച്ചിട്ടാ പ്രസംഗിച്ചെന്ന് പറയാം. ഹല്ലേലൂയ. അവിടെ നിന്നിട്ട് അവരെ പഠിപ്പിച്ച പാഠശാലയിൽ എന്നും വന്നിട്ട് ഹല്ലേലൂയ അവര് സമ്പാദിച്ച് പ്രസംഗം. ഇവിടെ പറയുന്ന ശിഷ്യന്മാർ പഠിച്ച ദിനംപ്രതി സമ്പാദിച്ചു പോന്നു. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സംശയങ്ങളൊക്കെ പറഞ്ഞും തർക്കിച്ചും ഹാലലി അതിനെ നിവർത്തിച്ചും അത് മനസ്സിലാക്കി കൊടുത്തും എല്ലാമാണ് മുൻപോട്ട് പോയേക്കുന്നത്. എന്ന് വെച്ചാൽ അവരടുത്ത് ചെന്നാല് അവിടെയുള്ള ജനത്തെ ഹാലലിയ പ്രാപ്തരാക്കി മാറ്റിയിട്ടാ പോകുന്നത്, ഉറപ്പിച്ചിട്ടാ പോകുന്നത്. അവർ യഥാസ്ഥാനപ്പെടുത്തിയിട്ട് എവിടെയെങ്കിലും ചെന്ന് ആരെങ്കിലും പിടിച്ച് മുക്കിയുടെ ഒറ്റ പോക്കല്ല. അല്ലെ മുക്കി കഴിഞ്ഞിട്ട് കാര്യം സഭയിലേക്ക് വന്നപ്പോ എന്തെങ്കിലും ഒരു പുതിയ വിശ്വാസിലൊക്കെ സഭ വരുന്ന സമയത്ത് അവർക്ക് ഒത്തിരി കാര്യങ്ങളുണ്ടാകും, കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ. അപ്പൊ അവർ ചിലപ്പോൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചിട്ടോ അല്ല. ഞാനൊക്കെ ഞാൻ പറഞ്ഞു അന്നൊക്കെ എങ്ങനെ സംസാരിക്കും, എന്ത് പറയണം എന്ത് പറയരുതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ ബന്ധക്കോസ്ത പാരമ്പര്യത്തിൽ നിന്നും വന്നവരല്ല. ബന്ധക്കോസ്ത കേട്ടിട്ട് പോലും ഇല്ല വന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കാണുന്നേ കേൾക്കുന്നൊക്കെ വിളിച്ചു പോകാനൊക്കെ തോന്നുന്ന സ്വഭാവമൊക്കെ അന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാരണം വെച്ചാൽ നമ്മളൊരു പുതിയ വിശ്വാസിയാകുമ്പോൾ നമുക്ക് വരുന്ന നമ്മുടെ അറിവില്ലായ്മകൾ കുറെ ഉണ്ട് അതിനകത്ത്, എങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊക്കെ. അപ്പൊ അത് അറിയാണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇന്നത്തുള്ള നിവാസം വരുന്ന വെച്ചാൽ അവരെ പിടിച്ച് പുറത്താക്കും, അല്ലെങ്കിൽ അവരെ അങ്ങ് ഉപേക്ഷിച്ച് കളയും. എന്നിട്ട് അടുത്തതിന് പിന്നാലെ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷെ ഇതൊന്നും അല്ല അന്ന് ശിഷ്യന്മാര് ആയിട്ടുള്ളത് പഠിപ്പിച്ചത്. അല്ലെ, ഇന്നൊരു വിശ്വാസി ഒരു സഭയിൽ നിന്ന് വിട്ടുപോയാല് അല്ലെ പിണങ്ങിപ്പോയാല് മാറിപ്പോയാല് എത്ര പേര് പുറകെ പോകാറുണ്ട്? എത്ര പേര് അവർ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്? അവർ പിന്നീട് നല്ല വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ടോ, അവർ ഏതെങ്കിലും സഭയിൽ പോകുന്നുണ്ടോ, അവർ വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കാറുണ്ടോ? ഹല്ലേലൂയ. കാരണം അവരെ വിശ്വാസത്തെ സ്നാനപ്പെടുത്തിയിട്ട് പിന്നെ എങ്ങനെ പോകുന്നു എന്ന് പോലും ചിന്തിക്കാതെ അവർ വഴി കളഞ്ഞിട്ട് അങ്ങ് പോകുന്ന പ്രവണത ഉണ്ടാറുണ്ട്. ഹല്ലേലൂയ. അത് തെറ്റാണ്. കാരണം വെച്ചാൽ അവരുടെ ഉത്തരവാദിത്വമാണ്, സ്നാനപ്പെടുത്തുന്നവരുടെ ഉത്തരവാദിത്വമാണ് അവരെ യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വം. ഇത് ചെയ്യാതിരുന്ന ദൈവം കണക്ക് ചോദിക്കുന്ന അവരോടായിരിക്കും. അപ്പൊ നമ്മളോടാണെങ്കിൽ ആരാണെന്ന് പറയാം. പക്ഷെ നമ്മള് കാരണം വിശ്വാസത്തിലേക്ക് നമ്മൾ ഒരാളെ കൊണ്ടുവന്നിട്ട് അവരെ വഴിയിട്ടിട്ട് അങ്ങ് പൊയ്ക്കളഞ്ഞാല് അവരെ കുറിച്ച് കണക്ക് ചോദിക്കുമ്പോൾ ദൈവം നമ്മളോട് ചോദിക്കാറുണ്ട്. ചോദിക്കും. അതുകൊണ്ട് ആരെയും അങ്ങനെ കളയും. ഇപ്പൊ നമ്മളുമായി വിശ്വാസത്തിൽ വന്നതല്ല, നമ്മുടെ മുമ്പിൽ ഒരു പിന്മാറ്റക്കാരെ കണ്ടാലും നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി യഥാസ്ഥാനപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം നമ്മുടെ മേൽ ദൈവം തന്നിട്ടുണ്ട് കേട്ടോ. ഇത് എന്റെ ശിഷ്യയല്ലല്ലോ, ഞാൻ കൊണ്ടുവന്നല്ലോ എന്ന് വിചാരിച്ച് ഇട്ടിട്ട് പോകരുത് കേട്ടോ. ശിഷ്യന്മാർ അപ്പൊ എന്നിട്ട് ആസി പറഞ്ഞ യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾക്കാൻ ഇടയായി. ഹല്ലേലൂയ. അപ്പൊ അവിടെ ഉള്ളവരൊക്കെ ഹല്ലേലൂയ, യഹൂദൻ എന്നല്ല യവൻ എന്നല്ല എല്ലാവരും കർത്താവിന്റെ വചനം കേൾക്കാൻ ഇടയായത് എന്തുകൊണ്ട്? അവർ 2 വർഷത്തോളം അവിടെ താമസിച്ച് കർത്താവിന്റെ വചനം സംസാരിച്ചു. അപ്പൊ എല്ലാവരും വചനം കേൾക്കണമെങ്കിൽ നമ്മൾ ഒരു ദിവസം ഓടിച്ചെന്ന് മിന്നൽ പ്രളയം പോലൊന്ന് എന്തൊക്കെയോ പറഞ്ഞു കൂട്ടിയിട്ട് തിരിച്ചു പോരരുത്. ഹല്ലേലൂയ. അവിടെ നിന്ന് ഹല്ലേലൂയ അവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടി സമയം ചെലവാക്കി അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത് ഒരു ദിവസമെങ്കിലും സ്പെൻഡ് ചെയ്ത് ഹല്ലേലൂയ അവർക്ക് 2 മണിക്കൂറല്ല, ഒരു 3 മണിക്കൂറല്ല, ഒരു ദിവസമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് നമ്മളിൽ പ്രസംഗിച്ചിട്ട് ഹല്ലേലൂയ അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി വേണം പോരാനായിട്ട്.
അപ്പൊ അടുത്ത പറഞ്ഞത് പൗലോസ് മുഖാന്തരം ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തി ചെയ്യിക്കാൻ അവരുടെ മേന്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമറിയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. ഹാലേലി അവിടെ പൗലോസ് അപ്പോസ്തലൻ ഹാലേലി അവിടെ താമസിച്ച 2 വർഷക്കാലം താമസിച്ച് അവരെ ഒക്കെ വചനം പറഞ്ഞ് അനേകം വിശ്വസിക്കാനൊക്കെ ഇടയായപ്പോൾ ദൈവം പൗലോസ് മുഖാന്തരം ഹാലേലിയ അസാധാരണമായ വീര്യപ്രവൃത്തി. അപ്പൊ അസാധാരണമായ വീര്യപ്രവൃത്തികൾ ഹാലേലിയ ഇതിന്റെ കൂട്ടത്തിൽ ഉള്ളതാണ്. അല്ലെ? അപ്പൊ പരിശുദ്ധാത്മാവിലാണ് ദൈവം അസാധാരണ വീര്യം. അപ്പൊ നമുക്ക് അസാധാരണ വീര്യപ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിലെ അത് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതിന് പരിശുദ്ധാത്മാവിന് നമ്മൾ പൂർണ്ണമായി വിട്ടുകൊടുക്കണം. പരിശുദ്ധാത്മാ ഗൈഡ് ചെയ്യുന്ന പോലെ പൂർണ്ണമായി. അവിടെ പൗലോസിനെ ദയിച്ചത് നമുക്കറിയാൻ പറ്റും. പൗലോസിന് ഇഷ്ടമല്ല. പരിശുദ്ധാത്മ ഗൈഡ് ചെയ്തുകൊണ്ടാണ് അത്രയും നാൾ അവിടെ താമസിച്ച് അവർക്ക് വേണ്ടിയിട്ട് വചനം കൊടുക്കാനൊക്കെ ഇടയായത്. അപ്പൊ നമ്മളോട് പരിശുദ്ധാത്മ പറയുന്ന കേട്ട് പരിശുദ്ധാത്മ ഇഷ്ടം ചെയ്ത് പരിശുദ്ധാത്മാവിൽ നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്താണ് പരിശുദ്ധാത്മ നമ്മളോട് അസാധാരണ വീര്യപ്രവൃത്തി ചെയ്യിക്കത്തുള്ളൂ. അപ്പൊ അല്ല നമ്മുടെ ഇഷ്ടത്തിന് ഓടിച്ചെന്നിട്ട് എന്തെങ്കിലും കാണിച്ചിട്ട് പോരാൻ വേണ്ടിയിട്ട് അത് മാജിക് ഒന്നും അല്ല ഇത്. ദൈവത്തിന്റെ ആത്മാവിന്റെ ഇഷ്ടത്തിൽ അവിടെ അങ്ങനെ എന്താ വെച്ചാൽ പിന്നെ അത് ഇപ്പൊ പൗലോസിന്റെ മേൽ നിന്ന് എന്താ പറയാ ഉത്തരിയോ റൂമാലോ കൊണ്ടുവിട്ട് അത് ഈ സംഭവം ഒക്കെ പോയപ്പോ അവിടെയൊക്കെ ഈ വീര്യപ്രവൃത്തി നടന്നല്ല, രോഗികളൊക്കെ സൗഖ്യമായെന്നുള്ളു. അപ്പൊ ഇതുപോലെ നമ്മളിപ്പം ഇന്ന് നമ്മുടെ ഇടയിൽ അതുപോലെ ദൈവം ചെയ്യുന്ന കാര്യം ഇപ്പൊ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക, രാജ്യങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സൂമിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഫോണിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ രോഗികൾ സൗഖ്യമാകും. നമ്മൾ അറിയാത്തവർക്ക് വേണ്ടി പോലും അവർ കേൾക്കാതിരിക്കും പോലും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോലും രോഗികൾ സൗഖ്യമാകുകയൊക്കെ ചെയ്യുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മേലുള്ള പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. ഈ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആരുടെയും ഒരു മിടുക്കമല്ല, എന്താ പറയാ അവരുടെ ആരുടെ ഒരു പുകഴ്ചയല്ല. ഇത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്നതാണ്. നമ്മൾ ചില സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ പറയാത്തെ നമ്മൾ അറിയത്ത് പോലും ഇല്ലാത്ത വ്യക്തികളുടെ പേരുകളൊക്കെ വരാറുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിയത്തില്ല. പക്ഷെ ദൈവത്തിന് സകല ജനത്തെ അറിയാം. നമ്മൾ പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാർ. ഞാൻ ഇന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന 2 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് 4 വർഷം മുമ്പ് എന്നോട് പറഞ്ഞതാ, 2 കുഞ്ഞുങ്ങളെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഈ 2 പേർക്ക് വേണ്ടി എല്ലാ ദിവസവും നീ പ്രാർത്ഥിക്കണമെന്ന്. കാരണം ആ കുഞ്ഞുങ്ങള് ചെറിയ കുഞ്ഞുങ്ങളാണ്. പക്ഷെ ആ ദൈവം കണ്ടിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അവരെ ദൈവം വേർതിരിച്ചിട്ടുള്ള കുഞ്ഞു ഒരുമിച്ച് യഥാർത്ഥമായിട്ട് അവർ സ്നാനത്തിലേക്കൊന്നും വരാനുള്ള പ്രായമായിട്ടില്ല. പക്ഷേ ആ കുഞ്ഞുങ്ങൾ 2 പേരും ദൈവത്തിനുള്ളവരാണ്. അതുകൊണ്ട് അന്ന് തന്നൊരു ഉത്തരവാദിത്തമാണ് എല്ലാ ദിവസവും അവരെ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ ഞാൻ എല്ലാ ദിവസവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ്ട് ഇപ്പൊ അന്ന് തുടങ്ങിയിട്ട്. അപ്പൊ അതിന്റെ കാരണം വെച്ചാൽ ദൈവം നമ്മുടെ മേൽ ഏൽപ്പിച്ചു വിട്ടു. അപ്പൊ നമ്മൾ എനിക്കവരെ അറിയത്തില്ലല്ലോ, അത് എന്നെ അറിയുന്ന കുഞ്ഞല്ലല്ലോ, എന്റെ കുഞ്ഞല്ലല്ലോ എന്ന് ചിന്തിക്കരുത്. കാരണം പരിശുദ്ധം ഒരു കാര്യം നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോഴാണ് അവിടെ ആത്മാവാണ് ആ പ്രവർത്തി. ചിലപ്പോൾ നമ്മൾ ആ കുഞ്ഞുങ്ങളെ കാണുമോന്ന് പോലും എനിക്ക് അറിയത്തില്ല പക്ഷേ അവരുടെ ആത്മീയമായ വളർച്ചയ്ക്ക് അവരുടെ ഇപ്പോഴത്തെ പ്രൊട്ടക്ഷന് ഇതൊക്കെ നമ്മൾ കൊണ്ട് ദൈവം ഉപയോഗിപ്പിക്കുന്നു. അപ്പൊ നമ്മളോട് ദൈവം എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അത് അതുപോലെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യേണ്ട ഉത്തരവാദിത്തം. അപ്പൊ അവിടെയാണ് പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ആത്മാവ് പ്രവർത്തിക്കുന്നത് നമ്മളിലൊക്കെ ദൈവം ആക്കി വെച്ചൊരു ഉത്തരവാദിത്തമുണ്ട്. ആത്മാവ് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മളെയൊക്കെ മുഖാന്തരം കൂടെ പൗലോസ് മുഖാന്തരം എന്ന് പറയുക. അപ്പൊ പൗലോസിലൂടെ അത്രയും കാര്യങ്ങൾ അവിടെ ചെയ്തെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെ ദൈവത്തിന്റെ ആത്മാ അതുപോലെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അത് ചെയ്യണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മ എന്ത് പറഞ്ഞാലും അതുപോലെ നമ്മൾ അത് വേണ്ടി കേൾക്കണം, പ്രാർത്ഥിക്കണം, ഏറ്റെടുക്കണം. കാരണം നമ്മളെ കുറിച്ച് വേണമെങ്കിൽ കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മ വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കത്തില്ല. ചിലപ്പോൾ ഒരു മോശമായ കാര്യം വരാൻ പോകുന്നതായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് കേട്ടിട്ട് അത് അവിടെ കളഞ്ഞിട്ടൊക്കെ പോകരുത്. അതിനെ ഏറ്റെടുത്ത് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് അതിനുവേണ്ടി ജാഗരിച്ച് അതിനുവേണ്ടി പോരാടി അത് നമ്മുടെ ജീവിതത്തില് നമ്മുടെ തലമുറയുടെ ജീവിതത്തിൽ നമ്മൾക്ക് പരിചയമുള്ള ആരുടെയെങ്കിലും ജീവിതത്തിൽ അത് ഒരു വിഷയം അങ്ങനെ വെളിപ്പെട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കണം. എത്ര ദിവസം പ്രാർത്ഥിക്കണം സിസ്റ്റർ? അത് ദൈവത്തിന്റെ ആത്മ എത്ര ദിവസം പ്രേരിപ്പിക്കും അത്രയും ദിവസം പ്രാർത്ഥിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാല് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ ആത്മ നമുക്ക് നേരത്തെ വെളിപ്പെടുത്തുന്നത്. അത് കേട്ടിട്ട് നമ്മൾ മിണ്ടാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല. അത് കേട്ടത് ഏറ്റെടുത്ത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ നല്ല കാര്യങ്ങളാണെങ്കിലും ചീത്ത കാര്യങ്ങളാണെങ്കിലും നമ്മൾ വിശ്വസിക്കുകയും അത് ഏറ്റെടുക്കുകയും അത് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് അതിന്മേൽ പ്രവൃത്തി നടക്കുന്നത്. അല്ല കേട്ടിട്ട് അത് കിടന്നുറങ്ങുന്നത്. അത് വാക്തത്വം കേട്ട് കഴിഞ്ഞിട്ട് വെറുതെ കിടന്ന് ഉറങ്ങിയത് കൊണ്ട് വാക്തത്വം പ്രാപിക്കാന്ന് ആരും വിചാരിക്കണ്ട. വാക്തത്വങ്ങളൊക്കെ
കേട്ടെടുത്ത് വിശ്വസിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് അതിനുവേണ്ടി ഒരുങ്ങി അതിനെ സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നവർക്കാണ് വാഗ്ദത്തം വരുന്നത്. അല്ലാതൊക്കെ വരുന്ന വാഗ്ദത്തങ്ങൾ അല്ലാതൊക്കെ നമ്മുടെ മേൽ ദൈവം തരുന്നത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ കൃപയാൽ പലതൊക്കെ നമ്മുടെ മേൽ വരും. പക്ഷെ ചില വാഗ്ദത്തങ്ങളൊക്കെ നമ്മളോട് മുൻകൂട്ടി അറിയിക്കുന്നതിന്റെ കാര്യം നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങേണ്ട ആവശ്യമുണ്ട്. നമ്മൾ അതിന് പ്രിപ്പയർ ആകണം. എസ്തേറിനെ ആമേൻ ചൂസ് ചെയ്തു, സെലക്റ്റഡ് ആക്കി, കൊണ്ടുപോയി. കുറെ ആളുകൾ ശുദ്ധീകരണത്തിന്റെ കാലം എന്ന് പറഞ്ഞ് അത് പലവിധ ശുദ്ധീകരണം നമ്മൾ കാണുന്നുണ്ട്. ചില സുഗന്ധ കൂട്ടുകളിൽ വെച്ച് അത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് 6 മാസം അങ്ങനെ വെച്ചിട്ട് ശുദ്ധീകരണം എല്ലാം കഴിഞ്ഞ് പ്രോസസ്സിങ് പൂർത്തിയാകുമ്പോഴാണ് രാജാവിന്റെ അടുക്കിലേക്ക് പോകുവാനായിട്ട് എസ്തേറിന് കഴിഞ്ഞത്. അവിടെ സെലക്ഷൻ എപ്പം നടന്ന ചൂസ് ചെയ്ത സമയത്ത് സെലക്ഷൻ നടന്നു. പക്ഷേ അവർക്ക് എല്ലാ കാര്യങ്ങളോടും ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷേ ഷണ്ടന്മാരെയും അതിന് വേണ്ടുന്ന കാര്യങ്ങളും അതിന് വേണ്ട സൗകര്യങ്ങളും ബാല്യക്കാരത്തെ എല്ലാം ഏൽപ്പിച്ചു. പക്ഷേങ്കിൽ അവിടെ ഒരു ശുദ്ധീകരണ കാലഘട്ടം, ഒരു ഒരുക്കത്തിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു ഒരുക്കത്തിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. എല്ലാ വാഗ്ദത്തങ്ങളും നമ്മൾ കേട്ടിട്ട് അത് ചുമ്മാ എന്റെ മേലെ വന്നേക്കുമെന്ന് വിചാരിച്ച് പ്രാപിക്കാനായിട്ട് വിചാരിക്കില്ല. നമ്മുടെ മേൽ കേൾക്കുന്ന വാഗ്ദത്തങ്ങളുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് അതിന്റെ ഘനം അനുസരിച്ച് ഞാൻ പറഞ്ഞു. ചിലതൊക്കെ എന്ന് വെച്ചാൽ ഇത്തിരി വലിയ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കണം. മണവാട്ടിയാണ് നമ്മൾ. ഈ മണവാട്ടി, പുതിയ നിയമം മണവാട്ടിക്ക് എന്ന് വെച്ചാൽ ആരും വന്ന് ഒരുക്കുമെന്നല്ല വിചാരിക്കണ്ടേ. നമ്മൾ തന്നെത്താൻ ഒരുങ്ങണമെന്ന് പറഞ്ഞ മണവാളനെ കാത്തിരിക്കണം. പക്ഷെ അതുപോലെ തന്നെ ദൈവത്തിന്റെ ചില വാഗ്ദത്തങ്ങൾ പ്രാപിക്കണമെങ്കിൽ നമ്മൾ തന്നെത്താൻ ഒരുങ്ങേണ്ട ആവശ്യമുണ്ട്. അത് നമ്മൾ ഒരുക്കാനായിട്ട് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കും. നമ്മളെ പരിശുദ്ധാത്മാവ് നമുക്ക് എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ട് നമ്മുടെ ദിവസത്തിന്റെ ഒരു ദിവസം ഷെഡ്യൂൾ ചെയ്യേണ്ട എങ്ങനെയാണെന്നൊരു പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. പണ്ടൊക്കെ നമ്മള് തോന്നുമ്പോ എഴുന്നേക്കും, തോന്നുമ്പം വായിക്കും, തോന്നുമ്പം പ്രാർത്ഥിക്കും, തോന്നുമ്പം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല നമ്മുടെയൊക്കെ ലൈഫ് മുമ്പോട്ട് പോകുന്നത്. കാരണം ചിട്ടയായ ഒരു പ്രാർത്ഥനാ ജീവിതമൊക്കെ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ലൈഫിനെ പരിശുദ്ധാത്മാവ് റീഷെഡ്യൂൾ ചെയ്തതൊക്കെ അല്ലേ. വിശ്വാസം വരുമ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നോ? അതെ, വിശ്വാസം വന്ന സമയത്ത് ഇങ്ങനെയായിരുന്നോ? അല്ല. കാരണം കുറച്ച് കാലങ്ങളൊക്കെ എടുത്ത് പരിശുദ്ധാത്മ നമ്മളെ ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിനെ തന്നെ പരിശുദ്ധാത്മ ഷെഡ്യൂൾ ചെയ്ത് അത് റീഷെഡ്യൂൾ ചെയ്യുന്നതാണ്. നമ്മുടെ പണ്ടത്തെ സ്വഭാവങ്ങൾ, പണ്ടത്തെ കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നതിനെക്കാട്ടി അത് ചില മാറ്റങ്ങളൊക്കെ വരുത്തി എന്തുകൊണ്ടാണ് ഇത്രയും കൂടുതൽ സമയം ഇരുത്തെന്ന് പ്രാർത്ഥിപ്പിക്കുന്നത്, വചനം വായിപ്പിക്കുന്നത്, നമ്മളെ കൊണ്ട് നല്ല മെസ്സേജുകൾ കേൾപ്പിക്കുന്ന അപ്രിയായ സമയത്തൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പരിശുദ്ധാത്മ കൂടുതൽ നമ്മളെ ഡൈവേർട്ട് ചെയ്യുന്നെങ്കിൽ അതിന് കാരണം പരിശുദ്ധാത്മ നമ്മൾ ഒരുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ചിലതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ ഒരുക്കം വേണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറ്റുമെന്ന് ഇവിടെ കാണുന്ന അടുത്ത പറയുന്നുണ്ട്. എന്നാൽ ദേശാന്തരം നടക്കുന്ന മന്ത്രവാദി ചില യഹൂദൻ പൗലോസ് പ്രസംഗം യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞു യേശുവിന്റെ നാമം ചൊല്ലുവാൻ ഇങ്ങനെ ചെയ്യുവാൻ മഹാപുരോഹിതനാ സ്കേബ എന്ന യഹൂദന്റെ 7 പുത്രന്മാരായിരുന്നു. ദുരാത്മാവരോട് യേശുവിനെ ഞാൻ പൗലോസിനെയും പറ്റി എന്താ നിങ്ങൾ ആർ എന്ന് ചോദിച്ചു. പിന്നെ ദുരാത്മാവുള്ള മനുഷ്യർ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കാൻ അവർ നഗ്നരും മുറിവേറ്റ ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഹല്ലേലൂയ. കാരണം യേശുവിന്റെ നാമം പറഞ്ഞ് പിശാചിനെ ഭൂതത്തെ പുറത്താക്കാൻ പോയതാ 7 പേര്. ഹല്ലേലൂയ. എന്താ സംഭവിച്ചേ? പിശാചിനെ നന്നായിട്ട് അറിയാം. യേശുവിനെ അറിയാം, പൗലോസിനെ അറിയാം, നമ്മൾ ഓരോരുത്തരെയും അറിയാം. ദൈവത്തിന് നമ്മളെ നന്നായി അറിയാന്ന് പറഞ്ഞ പിശാചിനെ നമ്മൾ നന്നായിട്ട് അറിയാം. നമ്മൾ എന്തൊക്കെ ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്, നമ്മൾ എത്രത്തോളം ഇതാണെന്നൊക്കെ അവന് നന്നായിട്ട് അറിയാം. നമ്മൾ അവന്റെ മുമ്പ് ചെന്നിട്ട് ഓ പിശാച് എന്ന് പറഞ്ഞാൽ പിശാച് തിരിച്ച് നമ്മളോട് സംസാരിക്കാൻ ഇടയാകരുത്. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആത്മാവിൽ ബലപ്പെടാത്തവരോ അല്ലെങ്കിൽ നമ്മൾ ശക്തിയില്ലാത്തവരോ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ യേശുവിനെ അറിയാത്തവരോ യേശുവിന്റെ പുത്രത്വം പ്രാപിക്കാത്തവരോ ഒക്കെ നമ്മുടെ മേലുള്ള അധികാരം എന്തോന്നാ? നമ്മുടെ പൊക്കം, വണ്ണം, നീളം ഇതൊക്കെ നോക്കിയിട്ടാണ് പിശാച് നമ്മൾ വില വെക്കുന്നത്? അല്ല. പിശാച് നമ്മള് ദൈവത്തിന്റെ മക്കളെ പുത്രത്വത്തിലാണ് നമ്മളെന്നുള്ളതാണ് നമ്മുടെ മേൽ കിടക്കുന്ന ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ.
പിശാചിനെ കാസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് ദൈവം തന്നേക്കുന്ന ആമിഹാൽ അതിന് അഭിഷേകം പ്രാപിച്ചാൽ, അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ പുതിയ നിയമ ഇസ്രായേലായ ദൈവത്തിന്റെ മക്കളായി മാറിക്കഴിഞ്ഞാൽ നമ്മളെ ഹാലേലിയ പിശാചിന്റെ മേൽ ഹാലേലിയ നമുക്ക് കർത്തൃത്വം കൊണ്ട് അവനെ ആമിഹാലെ പുറത്താക്കാനും ഹാലേലിയ അവനെ ശാസിക്കാനും ഒക്കെ നമുക്ക് അധികാരം കിട്ടാൻ നമ്മൾ, കാരണം കർത്താവ് യേശു ക്രിസ്തുവിന് തുല്യമായി തന്നെയാണ് കർത്താവ് നമ്മളെ പുത്രത്വത്തിന്റെ ആത്മാവിനെ നൽകി പുത്രത്വത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്ന സൺഷിപ്പിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അധികാരികളായി മാറി. നമ്മൾ ആ അധികാരികളായി മാറിയാൽ നമുക്ക് പിശാചിന്റെ മേൽ അധികാരമുണ്ട്. ഹാലേലി അവനെ പുറത്തു പോകാൻ പറയുമ്പോൾ പുറത്തു പോകാൻ അധികാരം. പക്ഷെ ഈ പുത്രത്വം മനസ്സിലാക്കി പുത്രത്വത്തിന്റെ വെളിപ്പാടിലേക്ക് നമ്മൾ കടന്നിട്ടില്ല എങ്കിൽ പിശാച് നമ്മൾ പറഞ്ഞ് കേൾക്കത്തൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ ആ വെളിപ്പാട് പ്രാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇവിടെ എന്താ പറയാ, ഇവിടെ അങ്ങനെ പറഞ്ഞു യേശുവിന്റെ നാമം പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ ഭയങ്കര ശക്തി, യേശുവിന്റെ നാമം പറഞ്ഞാൽ മതി പിശാച് പുറത്തു പൊക്കോളൂ എന്ന് പറയും. പക്ഷെ യേശുവിന്റെ നാമം ആരെങ്കിലും പറഞ്ഞാൽ പോകത്തില്ല കേട്ടോ. യേശുവിന്റെ നാമം പറയാൻ യോഗ്യതയുള്ളവർ, പറയാൻ അർഹതയുള്ള ആ നാമം എടുക്കാനായിട്ട് ദൈവം അധികാരം കൊടുത്തവർ പറഞ്ഞാൽ മാത്രമേ പോകത്തുള്ളൂ. അപ്പൊ നമുക്കൊക്കെ അധികാരം ലഭിച്ചവരാണ്. അധികാരം ലഭിക്കുന്നവർ പറയുമ്പോഴാണ് പിശാച് പുറത്തു പോകുന്ന പിന്നെ ദുരാത്മാവുള്ള ഒരു മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കൽ, അവർ നഗ്നന് മുറിവേറ്റ ഇത് എഫെസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാർ യവനന്മാരും അവർക്കൊക്കെയും ഭയം തട്ടി കർത്താവ് യേശുവിന്റെ നാമം മഹിമപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് യേശുവിന്റെ നാമം മഹിമപ്പെടാൻ ഇവിടെ കാരണമായതാണ്. ആരാ കാരണമായത്? പിശാചാ കാരണമായത്. ഹല്ലേലൂയ. ആമേൻ. പിശാച് ഹല്ലേലൂയ യേശുവിന്റെ നാമം പറഞ്ഞിട്ട് രണ്ടുപേര് ചെന്നപ്പോഴത്തേന് ഓടിച്ച് ഏഴുപേര് ചെയ്തപ്പോ അവരെ മുറിവേര് നക്കി. പക്ഷേ അവിടെ അപ്പൊ അവര് തിരിച്ചറിഞ്ഞു, ഒരാൾ അവിടെ നിന്നിട്ട് അയാളുടെ ഉത്തരവും പോകുന്നിടത്ത് വരെ സുഖമാകുന്നു, ദുരാത്മാക്കൾ വിട്ടുമാറുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. അപ്പോഴാണ് ഈ നാമം ഹാലേലിയ ഇതിന്റെ മഹിമ അവർക്ക് ഇത് എങ്ങനെയാണ് ഈ അതോറിറ്റി നമുക്ക് ലഭിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങി. അവിടെയാണ് നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞാലും പോകത്തില്ല, അവര് പറഞ്ഞാലും പോകത്തുള്ള സ്ഥിതിയിലേക്ക് വന്നേക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ നമ്മുടെ മേൽ കിടക്കുന്ന അധികാരം വെളിപ്പെടുമ്പോഴാണ് മറ്റുള്ളവർ നമ്മളും മറ്റുള്ളവരെയും തമ്മിൽ തിരിച്ചറിയുന്ന ഇന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ഒത്തിരി പേരുണ്ട് പ്രാർത്ഥിക്കുന്നത്. വിശ്വാസികൾ മാത്രമൊന്നുമല്ല കേട്ടോ, അവിശ്വാസികളായിട്ടുള്ളവരും കത്തോലിക്കരായിട്ടുള്ളവരും ഒക്കെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ അവരൊക്കെ അന്യഭാഷ പക്ഷെ ഈ അന്യഭാഷ സംസാരിക്കുമ്പോൾ അത് പരിശുദ്ധാത്മ ഭാഷ തന്നെ ആണോ എന്ന് അത് നമുക്ക് തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. പരിശുദ്ധാത്മ, കാരണം നമ്മൾ പഴയ നിയമത്തിലൊക്കെ കാണുന്നത് അഗ്നിയെക്കുറിച്ച്, രണ്ടഗ്നിയെക്കുറിച്ച് പറയാം. കത്തിച്ചത് ഒരേ അവിടെയുള്ള യഹൂദന്മാര് തന്നെയല്ല, പുരോഹിതന്റെ മക്കളാണ് ദൈവത്തിന്റെ സന്നിധിയിലെ കത്തിച്ച. പക്ഷേ ആ അഗ്നി അഗ്നി എന്ന് പറഞ്ഞേക്കുന്നത് അപ്പൊ അത് വിശുദ്ധമല്ലാതെ കത്തിച്ച്, വിശുദ്ധമല്ലാത്തത് കൊണ്ട് വിശുദ്ധമല്ലാതെ കത്തുന്ന തീയുണ്ട് കേട്ടോ. തീ എപ്പോഴും എല്ലാ തീയും ശുദ്ധമാണെന്ന് വിചാരിക്കല്ലേ. അശുദ്ധമായ തീയും കത്താറുണ്ട്. അപ്പം അതുകൊണ്ട് അതിനെയൊക്കെ തിരിച്ചറിയാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ വിശ്വസിച്ചവർ അനേകരും തങ്ങളുടെ പ്രവർത്തനം ഏറ്റുപറഞ്ഞ് അറിയിച്ചു. ശുദ്ധപ്രയോഗം ചെയ്ത പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കണ്ടു ചുട്ടു കളഞ്ഞു. അവയുടെ വില കണക്ക് കൂട്ടുക 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. ഇങ്ങനെ കർത്താവിന്റെ വചന ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ട് അപ്പൊ കർത്താവിന്റെ വചന ശക്തിയോടെ പരന്ന് അപ്പൊ നമ്മുടെ മേൽ ദൈവം നമുക്ക് തന്ന അധികാരം, ദൈവം നമുക്ക് തന്ന പ്രിവിലേജ് എത്രയാന്ന് തിരിച്ചറിയണം. ഇന്നലെ നമ്മുടെ അവിടെ നോർത്ത് ഇന്ത്യയിലുള്ള ദേവദാസൻ വന്നതിനകത്ത് കുറച്ച് മെസ്സേജ് പറഞ്ഞപ്പോൾ പുള്ളി എന്ന് പറഞ്ഞ് അന്നത്തെ കാലത്ത് ശലോമോൻ ഒരു ആലയം പണിച്ച ദൈവത്തിന് വേണ്ടി. ആലയത്തിന്റെ വില കണക്ക് കൂട്ടിയ ഇന്നത്തെ ഇതൊക്കെ അനുസരിച്ച് ഏകദേശം ഒരു കണക്ക് കൂട്ടിയ 30 ലക്ഷം കോടി രൂപ മുടക്കിയിട്ടാണ് ആ ആലയം പണിയത്. എത്രയാ? 30 ലക്ഷം കോടി രൂപ. ഏകദേശ കണക്കിൽ 30 ലക്ഷം കോടി രൂപ മുടക്കിയിട്ടാണ് ആലയം. ആ ആലയത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴൊക്കെയാണ് ദൈവം ആലയത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നും പോയിരിക്കുന്ന പറഞ്ഞു. സ്ഥിരമായി ദൈവോട് വസിച്ചിരുന്നു എന്ന് പോലും പറയുന്നില്ല. ആ ആലയത്തിന് അത്ര വിലയുള്ളിടത്ത. പക്ഷെ ഇന്ന് ഈ ആലയങ്ങൾ ദൈവം 24/7 നമ്മൾ വസിക്കുക, ഈ ആലയത്തിൽ വന്നിരിക്കുക. അപ്പൊ ഈ ആലയത്തിന്റെ വില എത്ര നിങ്ങളൊക്കെ കണക്ക് കൂട്ടിയിട്ടുണ്ടോ? നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ജീവനുള്ള ദൈവത്തിന്റെ ആലയമായിട്ട് നമ്മൾ ഓരോരുത്തരും ദൈവം കൊടുത്തേക്കുന്ന വില എത്ര മനസ്സിലാക്കുന്നുണ്ടോ? ഹല്ലേലൂയ. തിരിച്ചറിയണം.
ഹല്ലേലൂയ 30 ലക്ഷം കോടി രൂപ കൊടുത്ത് പണിഞ്ഞ ആലയത്തിൽ ആ ആലയത്തിനകത്ത് ദൈവം സ്ഥിരമായി വന്ന് വസിക്കുന്നു പറഞ്ഞു. പക്ഷേ ഈ നമ്മളാകുന്ന ആലയങ്ങളിൽ ജീവനുള്ള ദൈവത്തിന് ആലയം നമ്മൾ ദൈവം സ്ഥിരമായിട്ട് വന്നു. ഇവിടെ നമ്മളെ പോസ്റ്റ് വായിക്കും പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ കൂടെ പൗലോസിലൊക്കെ അവരുടെ കൂടെ ഉണ്ട്. പിന്നെ അത് വിട്ടുമാറി നമ്മളിലൊക്കെ സ്ഥിരമായിട്ട് ദൈവം വന്ന് വസിക്കണം. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ മന്ദിരമാകുന്ന പരിശുദ്ധാത്മാവ് നമ്മളാണ് ദൈവത്തിന്റെ മന്ദിരം. ഈ ദൈവത്തിന്റെ മന്ദിരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വന്ന് വസിക്കാൻ. അപ്പൊ ദൈവം നമ്മളിൽ വന്ന് വസിക്കുമ്പോൾ ഈ ആലയം എത്രത്തോളം വിലയേറിയതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം നമുക്ക് ഇത് ചിലപ്പോൾ വിലയേറിയതല്ല, പക്ഷെ ദൈവത്തിന് എത്രത്തോളം വിലയേറിയതാണെന്ന് തിരിച്ചറിയണം. ഈ ആലയത്തെ അതുകൊണ്ട് നമ്മൾ എത്രത്തോളം വിശുദ്ധമായിട്ട് എത്രത്തോളം പവിത്രമായ ദൈവത്തിന്റെ ഹിതപ്രകാരം അതിനെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ നമ്മൾ കാണുന്ന അങ്ങനെ തന്നെയാണെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഈ ആലയത്തിന്റെ വിശുദ്ധി അല്ലെങ്കിൽ വിശുദ്ധി അല്ല, സോറി, ഇതിന്റെ ദൈവം കൊടുത്തിരിക്കുന്ന ആ വില തിരിച്ചറിഞ്ഞ് ഇതിനെ നമ്മൾ അതുപോലെ പ്രഷ്യസ് ആയിട്ട് തന്നെ കാത്തു സൂക്ഷിക്കാനില്ല. എന്നാലേ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ആ ദൈവം പകർന്ന അഭിഷേകത്തെ ആത്മശക്തി നമുക്ക് യഥാർത്ഥമായിട്ട് ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. അത് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ദൈവം പകർന്നിരിക്കുന്നത്. അതിനെ കാത്തു സൂക്ഷിക്കണം എന്നുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് മങ്ങിപ്പോകരുത്. അതിനെ എത്ര വിശുദ്ധമാണോ അത് ആ വിശുദ്ധിയെ തിരിച്ചറിഞ്ഞ് തന്നെ നമ്മൾ വിശുദ്ധമാക്കി തന്നെ കാത്തു സൂക്ഷിക്കുക. അത് അനേകർക്ക് വേണ്ടി പൊതുപ്രയോജനത്തിൽ ഉപയോഗിക്കുക. അനേകരെ ദൈവരാജ്യത്തിലേക്ക് കൂട്ടിവരുത്താനായിട്ട് ഇത് ഉപയോഗിക്കണം. അത് നമ്മുടെയൊക്കെ മേൽ കിടക്കുന്ന ഉത്തരവാദിത്വമാണ്. അനേകരെ ദൈവരാജ്യത്തിലേക്ക് എൻട്രി ചെയ്യിക്കുക എന്നുള്ളത്. ഇതിനു വേണ്ടിയിട്ട് ദൈവം നമ്മളെല്ലാം ഉപയോഗിക്കുമാറാകട്ടെ. ബാക്കി ഭാഗങ്ങൾ നമുക്ക് പിന്നീട് ചിന്തിക്കാം. വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.